സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. സുരാസുരാസേവിതപാദപങ്കജ കരേ വിരാജത് കമനീയ പുസ്തക വിരിഞ്ച പത്നീ കമലാസനസ്ഥിത സരസ്വതീ നൃത്യതു വാചി മേ സദാ. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധര സ്വധാംനാ. അന്യാംശ്ച ഹസ്തചരണ ശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഇന്ന് നമുക്കൊരു പുതിയ കഥ കേൾക്കാം. കഥയുടെ പേരാണ് ധർമ്മസ്യ പ്രഭാവ, ധർമ്മത്തിന്റെ മഹത്വം. കഥാചിത് കശ്ചന കഞ്ചിത് സാധകം ഉപസർപ്യ അപൃച്ഛത്. എപ്പോഴോ ഒരിക്കൽ ആരോ ഒരാൾ ഏതോ ഒരു യോഗിയെ സമീപിച്ചിട്ട് ചോദിച്ചു. ഒരാള് ഒരു യോഗിയെ സമീപിച്ചിട്ട് ചോദിച്ചു എന്ന് മനസ്സിലാക്കൂ. മഹാത്മൻ ഭവാൻ തു സർവദാ ജനാൻ ധർമ്മമാർഗം ഉപദിശതി. മഹാത്മാവേ, അങ്ങാകട്ടെ എപ്പോഴും ജനങ്ങൾക്ക് ധർമ്മത്തിന്റെ മാർഗത്തെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ധർമ്മത്തിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ തിരിച്ചുവിടാൻ വേണ്ടി താങ്കൾ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കണം. തഥാപി അദ്യത്വേ ധർമ്മസ്യ പ്രഭാവ കിമർത്ഥം ന ദൃശ്യതേ. എന്നിട്ടും ഇക്കാലത്ത് ധർമ്മത്തിന്റെ മഹത്വം എന്തുകൊണ്ട് കാണപ്പെടുന്നില്ല? അയാൾ ചോദിച്ചപ്പോ അതിന്റെ മറുപടിയായിട്ട് യോഗി പറയുന്നതാണ്, അഹം യത് വദാമി തത് ശ്രദ്ധയാ ശൃണ്വന്തി ജനാഹ. ഞാൻ എന്ത് പറയുന്നുവോ അതെല്ലാം ജനങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. കിന്തു താവൻ മാത്രേണ തേഷു ധർമ്മസ്യ പ്രഭാവ ഭവിതും ന അർഹതി. എന്നാൽ അത്രത്തോളം അവരിൽ ധർമ്മം കാണുവാൻ കഴിയുന്നില്ല. അതായത് ഞാൻ എത്രത്തോളം അവരെ ഉപദേശിക്കുന്നുവോ, അവരെത്രത്തോളം എന്റെ വാക്കുകൾ കേൾക്കുന്നുവോ, അത്രത്തോളം ധർമ്മത്തിന്റെ മഹത്വം അവരിൽ കാണപ്പെടുന്നില്ല. അപ്പൊ അയാൾ ചോദിക്കുകയാണ്, ഇതോപി ക്യാ യോഗ്യത അപേക്ഷ്യത തേഷു. ഇനി അവർക്ക് എന്ത് യോഗ്യതയാണ് ആവശ്യമുള്ളത്? താങ്കൾ ദിവസം മുഴുവനും അവർക്ക് ധർമ്മമാർഗം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എന്നിട്ടും അവരിൽ ധർമ്മത്തിന്റെ മഹത്വം കാണുന്നില്ല. ഇനി അവർക്ക് എന്താണ് അവരെ ഇനി എന്താണ് ചെയ്യേണ്ടത്? അവർക്ക് ഇനി എന്താണ് വേണ്ടത്? ധർമ്മമാർഗത്തിൽ സഞ്ചരിക്കുവാൻ അവർക്കിനി എന്താണ് വേണ്ടത് എന്ന് അയാൾ ചോദിച്ചപ്പോൾ ഏതസ്യ ഉത്തരം അവതൻ സാധക അപൃച്ഛത്. അയാളുടെ ചോദ്യത്തിന്റെ ഉത്തരം പറയാതെ, അവതൻ എന്ന് പറഞ്ഞാൽ വദൻ എന്നുള്ളതിന്റെ വദനാണ്, അവതൻ പറയാതെ യോഗി അയാളോടൊരു ചോദ്യം ചോദിക്കണം. അപൃച്ഛത് ചോദിച്ചു, ഇതാ രാജഗൃഹം ക്രിയദൂരെ അസ്തി. ഇവിടെ നിന്ന് രാജധാനി എത്ര ദൂരത്തിലാണ്, രാജധാനിയിലേക്ക് എത്ര ദൂരം എന്ന് യോഗി ആ മനുഷ്യനോട് ചോദിച്ചു. അയാൾ മറുപടി പറയാണ്, 20 കിലോമീറ്റർ ദൂരെ സഹ ജനഹ അവദത്ത്. 20 കിലോമീറ്റർ ദൂരമുണ്ട്. അതായത് ഇവിടുന്ന് 20 കിലോമീറ്റർ ദൂരെയാണ് രാജകൊട്ടാരം. കിം ഭവാൻ ഏത സമ്യക് ജാനാതി സാധകേന പുനഃ പൃഷ്ടം. താങ്കൾക്ക് അത് നന്നായിട്ട് അറിയാമോ? താങ്കൾ നന്നായിട്ട് അറിഞ്ഞിട്ടാണോ 20 കിലോമീറ്റർ എന്ന് പറഞ്ഞതെന്ന് യോഗി വീണ്ടും അയാളോട് ചോദിച്ചു. ആം മയാ സമ്യക് ഏവ ജ്ഞായതേ. അത് എനിക്ക് നന്നായിട്ട് അറിയാം. തേന ജനേന ഉക്തം, അയാൾ പറഞ്ഞു. അപ്പൊ അയാൾ അങ്ങനെ പറഞ്ഞപ്പോ യോഗി ചോദിക്കുകയാണ്, കിം ഭവതാ ഇതാനും രാജഗൃഹം പ്രാപ്തം സാധകേന പുനഃ അഭിപൃഷ്ടം. ആ യോഗി വീണ്ടും ചോദിക്കുകയാണ്, താങ്കൾ എപ്പോഴെങ്കിലും രാജകൊട്ടാരത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടോ? അതായത് താങ്കൾ എപ്പോഴെങ്കിലും രാജകൊട്ടാരത്തിലേക്ക് പോയിട്ടുണ്ടോ എന്ന്. അപ്പോ അയാൾ പറയാണ്, അഹം തു അത്രൈവ അസ്മി. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇതോപി രാജഗൃഹം പ്രതി ന പ്രസ്ഥിതമേവ. ഇതേവരെ രാജകൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടിട്ട് പോലുമില്ല.
ഏവം സ്ഥിതി, അതായത് പുറപ്പെട്ടിട്ട് പോലുമില്ല. ഈ സ്ഥിതിയിൽ ഏവം സ്ഥിതി രാജഗൃഹപ്രാപ്തി കഥം സംഭവേത്, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രാജഗൃഹത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരും? അതായത് രാജകൊട്ടാരത്തിലേക്ക് ഇതേവരെ പുറപ്പെട്ടിട്ട് പോലുമില്ല. ആ സ്ഥിതിയിൽ രാജകൊട്ടാരത്തിൽ എങ്ങനെ എത്തിച്ചേരും എന്ന് അയാൾ ചോദിക്കണം. അപ്പൊ യോഗി പറയാണ്, ജ്ഞാനമാത്രേണ രാജഗൃഹപ്രാപ്തി ന സംഭവതി നനു. അതായത് 20 കിലോമീറ്റർ ദൂരെയാണ് രാജകൊട്ടാരം എന്ന് അറിയാം. ആ അറിവ് കൊണ്ട് മാത്രം രാജഗൃഹത്തിലേക്ക് എത്തുവാൻ കഴിയില്ലല്ലേ എന്ന് യോഗി അയാളോട് ചോദിക്കണം. എന്നിട്ട് യോഗി പറയാണ്, രാജഗൃഹം പ്രാപ്തും ഇച്ഛതാ പദസ്ഥാപന പ്രയാസ കരണീയ. രാജഗൃഹത്തിലേക്ക് പോകുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ കാലുകൊണ്ട് കുറച്ച് ജോലികൾ ചെയ്യേണ്ടതുണ്ട്. അതായത് രാജഗൃഹത്തിൽ എത്തിച്ചേരാൻ ആഗ്രഹമുള്ളവര് ഇവിടെ തന്നെ നിന്നാ പറ്റില്ല, നടന്നു പോണം എന്നാണ് യോഗി പറയുന്നത്. ഇയമേവ നീതിഹി ധർമ്മ വിഷയഭി, ഈ നിയമം തന്നെയാണ് ധർമ്മ വിഷയത്തിലും ഉള്ളത്. ജനാഹതു ധർമ്മ വിഷയെ ജാനന്തി, ജനങ്ങളാകട്ടെ ധർമ്മ വിഷയം അവർക്കറിയാം, ധർമ്മത്തിന്റെ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്കറിയാം. ഹിന്ദു ധർമ്മമാർഗാനുസരണം ന കുർവന്തി, എന്നാൽ ധർമ്മമാർഗത്തിനനുസരിച്ച് അവര് പ്രവർത്തിക്കുന്നില്ല. അതാണ് അവര് ചെയ്യാത്തത്. അവർക്കെല്ലാം അറിയാം, പക്ഷെ അവരതിനനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല. യാവത് തേ ധർമ്മമാർഗസ്യ അനുസരണം ന കുര്യുഹു താവത് തേഷു ധർമ്മസ്യ പ്രഭാവഃ ന ജായത്തെ. എന്നുവരെ അവര് ധർമ്മം അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല, അന്നുവരെ അവരിൽ ധർമ്മത്തിന്റെ മഹത്വം കാണപ്പെടുകയില്ല എന്ന് ആ യോഗി പ്രസ്താവിച്ചു. ഇനി നമുക്ക് ഇതിന്റെ വ്യാകരണത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ നോക്കാം. ധർമ്മസ്യ അകാരാന്തഃ പുല്ലിംഗഃ ധർമ്മശബ്ദഃ ഷഷ്ടി വിഭക്തി ഏകവചനം. പ്രഭാവഃ അകാരാന്തഃ പുല്ലിംഗഃ പ്രഭാവശബ്ദഃ പ്രഥമാ വിഭക്തി ഏകവചനം. കദാചിത് അവ്യയം, കശ്ചന അവ്യയം, കഞ്ചിത് അവ്യയം, സാധകം. അകാരാന്തഃ പുല്ലിംഗഃ സാധഃ ശബ്ദഃ ദ്വിതീയ വിഭക്തി ഏകവചനം. ഉപസർപ്യ സൃപ്പ് ധാതു കൃതന്തരൂപം ലബന്ധം അവ്യയം. അപൃച്ഛത് പ്രച്ഛ ധാതു ലങ് ലകാരഃ പ്രഥമ പുരുഷ ഏകവചനം. മഹാത്മൻ നകാരാന്തഃ പുല്ലിംഗഃ മഹാത്മൻ ശബ്ദഃ സംബോധന പ്രഥമാ വിഭക്തി ഏകവചനം. ഭവാൻ തകാരാന്തഃ പുല്ലിംഗഃ ഭവത് സർവനാമ ശബ്ദഃ പ്രഥമാ വിഭക്തി ഏകവചനം. തൂ അവ്യയം സർവദാ അവ്യയം. ജനാൻ അകാരാന്തഃ പുല്ലിംഗഃ ജനശബ്ദഃ ദ്വിതീയ വിഭക്തി ബഹുവചനം. ധർമ്മമാർഗം അകാരാന്തഃ നപുംസകലിംഗഃ ധർമ്മമാർഗശബ്ദഃ ദ്വിതീയ വിഭക്തി ഏകവചനം. ഉപദിശതി ഉപ ഉപസർഗഃ ദിശ് ധാതു ലട്ട് ലകാരഃ പ്രഥമപുരുഷ ഏകവചനം. തഥാപി തഥാ അപി അവ്യയം. അദ്യത്വേ അവ്യയം. കിമർത്ഥം അവ്യയം. ന അവ്യയം. ദൃശ്യത്തെ ദൃശ് ധാതു കർമ്മണി ലട്ട് ലകാരഃ പ്രഥമപുരുഷ ഏകവചനം. അഹം ദകാരാന്തഃ സ്ത്രീലിംഗഃ അസ്മത് സർവനാമ ശബ്ദഃ പ്രഥമാ വിഭക്തി ഏകവചനം. ഇയത്ത് അവ്യയം. വദാമി വദ് ധാതു ലട്ട് ലകാരഃ പ്രഥമപുരുഷ ഏകവചനം. തത്ത് അവ്യയം. ശ്രദ്ധയാ അകാരാന്തഃ സ്ത്രീലിംഗഃ ശ്രദ്ധാശബ്ദഃ തൃതീയ വിഭക്തി ഏകവചനം. ശൃണ്വന്തി ശ്രു ധാതു ലട്ട് ലകാരഃ പ്രഥമപുരുഷ ഏകവചനം. ജനാഃ അകാരാന്തഃ പുല്ലിംഗഃ ജനശബ്ദഃ പ്രഥമാ വിഭക്തി ബഹുവചനം. കിന്തു അവ്യയം. താവന്മാത്രേണ അകാരാന്തഃ നപുംസകലിംഗഃ താവന്മാത്ര ശബ്ദഃ തൃതീയ വിഭക്തി ഏകവചനം. തേഷു ദകാരാന്തഃ പുല്ലിംഗഃ തദ് സർവനാമ ശബ്ദഃ സപ്തമി വിഭക്തി ബഹുവചനം. ഭവിതും ഭൂധാതു കൃതന്തരൂപം കുമുന്നന്തം അവ്യയം. അർഹതി അർഹധാതു ലട്ട് ലകാരഃ പ്രഥമപുരുഷ ഏകവചനം.
ഇതോപി ഇതഹ അപി രണ്ട് വാക്കുകളാണ് അവ്യയമാണ് രണ്ടും. കാ മകാരാന്തഃ സ്ത്രീലിംഗഃ കിം സർവനാമ ശബ്ദഃ പ്രഥമ വിഭക്തി ഏകവചനം. യോഗ്യത ആകാരാന്തഃ സ്ത്രീലിംഗഃ യോഗ്യതാ ശബ്ദഃ പ്രഥമ വിഭക്തി ഏകവചനം. അപേക്ഷ്യത്തെ അപ ഉപസർഗഃ ഈഷ് ധാതുഃ കർമ്മണി ലട്ട് ലകാരः പ്രഥമ പുരുഷ ഏകവചനം. ഏതസ്യ ദകാരാന്തഃ പുല്ലിംഗഃ ഏതദ് സർവനാമ ശബ്ദഃ ഷഷ്ഠി വിഭക്തി ഏകവചനം. ഉത്തരം അകാരാന്തഃ നപുംസകലിംഗഃ ഉത്തര ശബ്ദഃ ദ്വിതീയ വിഭക്തി ഏകവചനം. അവദൻ ആ പ്ലസ് വദൻ വദ് ധാതുഃ കൃതന്തരൂപം ശത്രന്തം വദത്ത് ശബ്ദഃ പ്രഥമ വിഭക്തി ഏകവചനം. സാധകഃ അകാരാന്തഃ പുല്ലിംഗഃ സാധക ശബ്ദഃ പ്രഥമ വിഭക്തി ഏകവചനം. അപൃച്ഛത് പ്രച്ഛ ധാതുഃ ലങ് ലകാരः പ്രഥമ പുരുഷ ഏകവചനം. ഇതഃ അവ്യയം രാജഗൃഹം അകാരാന്തഃ നപുംസകലിംഗഃ രാജഗൃഹ ശബ്ദഃ ദ്വിതീയ വിഭക്തി ഏകവചനം. കിയത് അവ്യയം ദൂരെ അകാരാന്തഃ നപുംസകലിംഗഃ ദൂരശബ്ദഃ സപ്തമി വിഭക്തി ഏകവചനം. അസ്തി അസ്ഥാതുഃ ലട്ട് ലകാരः പ്രഥമ പുരുഷ ഏകവചനം. ഇതി അവ്യയം 20 കിലോമീറ്റർ ദൂരെ കാരാന്തഃ നപുംസകലിംഗഃ 20 കിലോമീറ്റർ ദൂരശബ്ദഃ സപ്തമി വിഭക്തി ഏകവചനം. സഹ ദകാരാന്തഃ പുല്ലിംഗഃ തദ് സർവനാമ ശബ്ദഃ പ്രഥമ വിഭക്തി ഏകവചനം. ജനഃ അകാരാന്തഃ പുല്ലിംഗഃ ജനശബ്ദഃ പ്രഥമ വിഭക്തി ഏകവചനം. അവദത് വദ് ധാതുഃ ലങ് ലകാരः പ്രഥമ പുരുഷ ഏകവചനം. കിം അവ്യയം ഏതത് ദകാരാന്തഃ നപുംസകലിംഗഃ ഏതദ് സർവനാമ ശബ്ദഃ പ്രഥമ വിഭക്തി ഏകവചനം. സമ്യക് അവ്യയം ജാനാതി ജ്ഞാ ധാതുഃ ലട്ട് ലകാരः പ്രഥമ പുരുഷ ഏകവചനം. സാധകേന അകാരാന്തഃ പുല്ലിംഗഃ സാധക ശബ്ദഃ തൃതീയ വിഭക്തി ഏകവചനം. പുനഃ അവ്യയം പൃഷ്ടം പ്രച്ഛ ധാതുഃ കൃതന്തരൂപം തപ്രത്യയഃ പൃഷ്ട ശബ്ദഃ നപുംസകലിംഗഃ പ്രഥമ വിഭക്തി ഏകവചനം. ആം അവ്യയം മയാ ദകാരാന്തഃ സ്ത്രീലിംഗഃ തസ്മത് സർവനാമ ശബ്ദഃ തൃതീയ വിഭക്തി ഏകവചനം. ഏവ അവ്യയം ജ്ഞായത്തെ ജ്ഞാ ധാതുഃ കർമ്മണി ലട്ട് ലകാരः പ്രഥമ പുരുഷ ഏകവചനം. തേന ദകാരാന്തഃ പുല്ലിംഗഃ തദ് സർവനാമ ശബ്ദഃ തൃതീയ വിഭക്തി ഏകവചനം. ജനേന അകാരാന്തഃ പുല്ലിംഗഃ ജനശബ്ദഃ തൃതീയ വിഭക്തി ഏകവചനം. ഉക്തം വച് ധാതുഃ കൃതന്തരൂപം തപ്രത്യയഃ ഉക്ത ശബ്ദഃ നപുംസകലിംഗഃ പ്രഥമ വിഭക്തി ഏകവചനം. ഭവതാ തകാരാന്തഃ പുല്ലിംഗ ഭവത് സർവനാമ ശബ്ദഃ തൃതീയ വിഭക്തി ഏകവചനം. ഇദാനിം അവ്യയം പ്രാപ്തം പ്ര ഉപസർഗം ആപ് ധാതുഃ തപ്രത്യയഃ പ്രാപ്ത ശബ്ദഃ നപുംസകലിംഗഃ പ്രഥമ വിഭക്തി ഏകവചനം. അപി അവ്യയം. അപ്പൊ നമ്മള് കഥ കേട്ടു, വ്യാകരണാംശങ്ങളും നോക്കി. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ, പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം.